അധ്യായം 2. നിങ്ങളുടെ ചോദ്യങ്ങൾ അസ്തമിച്ചതെങ്ങനെ? പ്രതിഭയ്ക്കുണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ ഗുണം ജിജ്ഞാസയാണ്. ഇംഗ്ലീഷിൽ അതിന് ഇൻക്വിസിറ്റീവ്നെസ് എന്ന് പറയുന്നു. 1000 മഹാപ്രതിഭകൾ ജനിക്കാൻ മാത്രമുള്ള ജിജ്ഞാസ ചെറുപ്പത്തിൽ ഓരോരുത്തരിലും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് മഴ പെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇടിയും മിന്നലും ഉണ്ടാകുന്നത് എന്നിത്യാദി നിരവധി ചോദ്യങ്ങൾ നിങ്ങൾക്കുള്ളിൽ ചെറുപ്പത്തിലുണ്ടായത് ഓർക്കുന്നില്ലേ? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം എന്തായിരുന്നു? ഇപ്പോൾ നിങ്ങളുടെ കുട്ടികൾ ഈ രീതിയിലുള്ള നിരവധി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തുത്തരമാണ് നിങ്ങൾ നൽകാറുള്ളത്? അല്ലെങ്കിൽ അവരോട് അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കാറുള്ളത്? അല്പമൊന്ന് ആലോചിച്ച് മുന്നോട്ട് പോയാൽ മതി. വെറുതെ വായിച്ചു തള്ളാനുള്ള പുസ്തകമല്ല ഇത്. പ്രായോഗിക മാറ്റത്തിനുള്ള കർമ്മ പദ്ധതി കൂടിയാണ് ഇത്. ആലോചിക്കുക. മഹാപ്രതിഭയായ ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകളിൽ നിന്നു തന്നെ തുടങ്ങാം. ഐ ഹാവ് നോ പർട്ടിക്കുലർ ടാലന്റ്. ഐ ആം മിയർലി ഇൻക്വിസിറ്റീവ്. എനിക്ക് പ്രത്യേകമായ ടാലന്റ് ഒന്നുമില്ല, ഞാൻ ഒരു ജിജ്ഞാസു മാത്രമാണ് എന്ന്. ജിജ്ഞാസു എന്നാൽ എന്താണെന്ന് വ്യക്തമായില്ലേ? ഏതൊരു പ്രതിഭാസം കാണുമ്പോഴും അതെന്തുകൊണ്ട്, എങ്ങനെ എന്ന് ചോദിക്കുന്ന മനസ്സ്. എന്റെ നാട്ടിനടുത്തുള്ള സർ സയ്യിദ് കോളേജിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുകയായിരുന്ന ഞാൻ ഒരു ചാലഞ്ച് എന്ന നിലയ്ക്ക് തന്നെ അവരോട് ചോദിച്ചു, ഇന്നു നിങ്ങൾ പഠനത്തിന്റെ ഭാഗമായി ചോദിക്കുന്ന ചോദ്യങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ ചെറുപ്പത്തിൽ നിങ്ങൾ സ്വയം ചോദിക്കുകയോ മുതിർന്നവരോട് ചോദിക്കുകയോ ചെയ്തിട്ടില്ലേ? ബഹുഭൂരിപക്ഷവും അതെ എന്ന് സമ്മതിക്കുകയും ചെയ്തു. കാരണം ഇതൊരു പരമ യാഥാർത്ഥ്യമാണ്. ചെറുപ്പത്തിലുള്ള ജിജ്ഞാസ അത്രമാത്രം ശക്തമാണ്. അത് ഇപ്പോൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രതിഭയായിത്തീരുന്നു. നോബൽ സമ്മാന ജേതാവായ നജീബ് മെഹ്ഫൂസിന്റെ വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. യു ക്യാൻ ടെൽ വെദർ എ മാൻ ഈസ് ക്ലെവർ ബൈ ഹിസ് ആൻസേഴ്സ്. യു ക്യാൻ ടെൽ വെദർ എ മാൻ ഈസ് വൈസ് ബൈ ഹിസ് ക്വസ്റ്റ്യൻസ്. ഒരു വ്യക്തി സാമർഥ്യമുള്ളവനാണോ എന്നത് അദ്ദേഹത്തിന്റെ ഉത്തരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഒരാളുടെ ചോദ്യങ്ങളിൽ നിന്നും അയാളുടെ വിവേകത്തെ മനസ്സിലാക്കാം. ന്യൂട്ടന്റെ ഉള്ളിൽ ഉദിച്ച ചോദ്യമാണല്ലോ ന്യൂട്ടനെ പ്രതിഭയാക്കി മാറ്റിയത്. ആപ്പിൾ വീണു. ന്യൂട്ടൻ സ്വയം ചോദിച്ചു, എന്തുകൊണ്ട് ചന്ദ്രൻ താഴേക്ക് വീഴുന്നില്ല, ആപ്പിൾ മാത്രം വീഴുന്നു? ഈ ചോദ്യത്തിന്റെയും ജിജ്ഞാസയുടെയും ഉത്തരമാണ് മഹത്തായ കണ്ടുപിടുത്തമായ ഗുരുത്വാകർഷണത്തിലേക്ക് എത്തിച്ചത്. ചെറുപ്പത്തിൽ നിരവധി ചോദ്യങ്ങൾ ചോദിച്ച നമ്മുടെ ചോദ്യങ്ങൾ വലുതായപ്പോൾ എങ്ങനെ അസ്തമിച്ചുപോയി? ചിന്തിക്കേണ്ട വസ്തുതയല്ലേ ഇത്? നമ്മുടെ നാട്ടിൽ ആപ്പിളും ആപ്പിൾ വീഴ്ചയും ഒന്നും ഇല്ലെങ്കിലും നാളികേരം വീഴാറില്ലേ? എത്രായിരം നാളികേരം വീണു? എത്ര തവണ നാം അത് കണ്ടു? നാം ഇങ്ങനെ ഉന്നതമായ ചോദ്യങ്ങൾ ചോദിച്ചോ? നാം ജിജ്ഞാസുവാണോ? നമുക്ക് ചെറുപ്പത്തിൽ എല്ലാറ്റിലും ജിജ്ഞാസ ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെ എവിടെ പോയി? നിങ്ങൾ തന്നെ ചിന്തിക്കുക. നാളികേരം വീഴുമ്പോൾ 2 കാര്യത്തിൽ പലർക്കും ജിജ്ഞാസ ഉണ്ടാകാറുണ്ട്. ഒന്ന്, എന്റെ നാളികേരം മറ്റേ പറമ്പിലേക്ക് വീഴുന്നുണ്ടോ? 2, അതിർത്തിയിൽ കിടക്കുന്ന അവന്റെ തെങ്ങിൽ നിന്നും എന്റെ സ്ഥലത്തേക്ക് വീണ നാളികേരം എടുത്താൽ അവനെങ്ങാനും അറിയുമോ? ഇതല്ലാതെ പോസിറ്റീവായ എന്തു ജിജ്ഞാസയാണ് നമ്മളിപ്പോൾ ബാക്കിയുള്ളത്? NLPയിലെ എന്റെ ഗുരു കൂടിയായ ആന്റണി റോബിൻസിന്റെ വാക്കുകൾ ഉദ്ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ക്വാളിറ്റി ലൈഫ്. സക്സസ്ഫുൾ പീപ്പിൾ ആസ്ക് ബെറ്റർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആസ് എ റിസൾട്ട് ദേ ഗെറ്റ് ബെറ്റർ ആൻസേഴ്സ്. ഉത്കൃഷ്ടമായ ചോദ്യങ്ങൾ ഉത്കൃഷ്ടമായ ജീവിതത്തെ സാർത്ഥകമാക്കുന്നു. വിജയികൾ മികച്ച ചോദ്യങ്ങൾ ചോദിക്കുന്നതിനാൽ അവർക്ക് മികച്ച ഉത്തരങ്ങൾ ലഭിക്കുന്നു. ഇവിടെ എന്റെ ചോദ്യവും ജിജ്ഞാസയും ഇതാണ്. അത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുമാത്രം ജിജ്ഞാസുവായിരുന്നു ചെറുപ്പകാലത്ത് നാം? നിറഞ്ഞു കവിഞ്ഞ ജിജ്ഞാസ എങ്ങോട്ട് പോയി മറഞ്ഞു? മഹാപ്രതിഭയ്ക്കുണ്ടായിരിക്കേണ്ടുന്ന ഈ ഗുണം നമ്മിലുണ്ടായിട്ട് അത് നഷ്ടപ്പെട്ടതെങ്ങനെ? ഐൻസ്റ്റീൻ എന്ന പ്രതിഭ മറ്റൊരിക്കൽ പറഞ്ഞു, The important thing is not stop questioning. ചോദ്യം ചോദിക്കുന്നത് നിർത്താതിരിക്കുക എന്നതാണ് പ്രധാന കാര്യം എന്ന്. അപ്പോൾ ആരാണിത് നമ്മിൽ നിന്നും നഷ്ടപ്പെടുത്തിയത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നമ്മിൽ നിന്നും നിലച്ചുപോയത് എന്ന് നിങ്ങൾ സ്വയം ചോദിച്ചു തുടങ്ങിയാൽ, അന്വേഷിച്ചു തുടങ്ങിയാൽ, ജിജ്ഞാസുവായാൽ പ്രതിഭയുടെ ഗുണങ്ങളിൽപ്പെട്ട കഴിവിനെ പതിയെ തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. അകത്തുറങ്ങിക്കിടക്കുന്ന ഈ ഗുണം നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരുവാൻ പറ്റും. വീണ്ടും ആന്റണി റോബിൻസിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക.
ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ദ കീ ടു അൺലോക്കിംഗ് അവർ അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ. നമ്മുടെ അപരിമിതമായ കഴിവുകളെ തുറന്നുവിടുവാനുള്ള പ്രേരകമായി നല്ല ചോദ്യങ്ങൾ വർത്തിക്കുന്നു എന്ന്. ഒരു കാര്യം കൂടിയുണ്ട്. അതിനെക്കുറിച്ചുകൂടി ബോധവാനായാൽ മാത്രമേ ഈ നഷ്ടപ്പെട്ട കഴിവ് തിരിച്ചുപിടിക്കുന്നതിലേക്ക് കണ്ണു തുറക്കാൻ പറ്റുകയുള്ളൂ. നാം പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? സ്ഥിരം കാണുമ്പോൾ നാം ആവർത്തിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്തെല്ലാമാണവ എന്ന് നോക്കൂ. എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ? ചോറ് കഴിച്ചോ? അവിടെ മഴയുണ്ടോ? ഇപ്പോൾ ചൂടാണോ? ജോലി എങ്ങനെ പോകുന്നു? ഭാര്യയ്ക്ക് ജോലിയുണ്ടോ? നിങ്ങൾ എന്തേ ഇങ്ങനെ മെലിഞ്ഞുപോയത്? ഇങ്ങനെ നീണ്ടുപോകുന്നു നമ്മുടെ ചോദ്യങ്ങൾ. ഒരു നിമിഷം പ്രിയ സുഹൃത്തുക്കളെ, ഇനിയെങ്കിലും സ്വയം ചോദിച്ചു നോക്കൂ. ഇതാണോ പ്രതിഭകൾ കണ്ടുമുട്ടിയാൽ പരസ്പരം ചോദിക്കുന്ന ചോദ്യങ്ങൾ? അതും നിരന്തരമായ ആവർത്തന ചോദ്യങ്ങൾ. പ്രതിഭകൾ സ്വയം ചോദിച്ചതും പരസ്പരം ചോദിച്ചതുമായ ചോദ്യങ്ങൾ ഈ നിലവാരമുള്ളതായിരുന്നുവോ? വോൾട്ടയറിന്റെ വാക്കുകൾ കേൾക്കൂ. ജഡ്ജ് എ മാൻ ബൈ ഹിസ് ക്വസ്റ്റ്യൻസ് റാദർ ദാൻ ബൈ ഹിസ് ആൻസേഴ്സ്. ഒരാളുടെ ഉത്തരത്തേക്കാൾ അയാളുടെ ചോദ്യങ്ങളിൽ നിന്നും അയാളെ വിലയിരുത്തുക എന്ന്. ഇതുതന്നെയാണ് ശരി. ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ ചില സുഹൃത്തുക്കൾ ഫോൺ വിളിക്കുമ്പോൾ തങ്ങളുടെ ഭാര്യമാരോട് ചോദിക്കാറുണ്ടായിരുന്ന ചോദ്യങ്ങൾ എന്നെ ആ വിഷയത്തെക്കുറിച്ച് ജിജ്ഞാസുവാക്കാറുണ്ടായിരുന്നു. ചില ഉദാഹരണങ്ങൾ നോക്കൂ. ചെക്ക് കിട്ടിയോ? പൈസ കിട്ടിയോ? അവിടെ മഴയുണ്ടോ? ഇത്തരത്തിലുള്ള സാധാ ചോദ്യങ്ങൾ മാത്രം. സ്നേഹവും അനുരാഗവും ജനിപ്പിക്കുന്ന സംസാരത്തിന് ദമ്പതിമാർ സമയം കണ്ടെത്താറുമില്ല. ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ ചോദിച്ച് അവയുടെ ഉത്തരവും കേട്ട് ഫോൺ വയ്ക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചോദിക്കേണ്ടത് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ചെറുപ്പത്തിൽ എന്നിലുണ്ടായിരുന്ന ജിജ്ഞാസയും ചോദ്യം ചോദിക്കലുമൊക്കെ എവിടെ പോയി? സത്യത്തിൽ അവ എവിടെയും പോയിട്ടില്ല. നിങ്ങൾക്കകത്ത് തന്നെയുണ്ട്. എങ്കിൽ ഹൃദയത്തിനു മുകളിൽ കൈവയ്ക്കുക. പ്രതിജ്ഞ പറയുക. പ്രതിജ്ഞ: ഞാൻ ജന്മനാ ജിജ്ഞാസുവാണ്. ജിജ്ഞാസയുടെ അഥവാ ക്യൂരിയോസിറ്റി ആൻഡ് എൻക്വിസിറ്റീവ്നെസ് ഒരുപാട് കലവറകൾ തന്നെ എൻ്റെ അകത്തുണ്ട്. വിജയത്തിലേക്കുള്ള എൻ്റെ യാത്രയിൽ ഞാനവയെ വേണ്ടുവോളം ഉപയോഗപ്പെടുത്തും. ഇനി പ്രതിഭയുടെ മൂന്നാമത്തെ ഗുണം, അതും നിങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. അത് അടുത്ത അധ്യായത്തിൽ വിശദീകരിക്കാം.